കേന്ദ്ര സർക്കാരിന്റെ കടൽ മണൽ ഖനന പദ്ധതിക്കെതിരെ ദില്ലിയിലെ ജന്തർ മന്ദറിൽ സംയുക്ത മത്സ്യത്തൊഴിലാളി സംഘടനകൾ പാർലമെന്റ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. രാജ്യത്തെ സർവനാശത്തിലേക്ക് നയിക്കുന്ന പദ്ധതികളാണ് കേന്ദ്ര സർക്കാരിന്റേതെന്ന് കെ രാധാകൃഷ്ണൻ എം പി. വൻകിട കോർപ്പറേറ്റുകൾക്ക് തീരെഴുതുന്ന നടപടികളാണ് കേന്ദ്രം കൈക്കൊള്ളുന്നതെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി അഭിപ്രായപ്പെട്ടു. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ഉണ്ട്. ആ റിപ്പോർട്ടിലേക്ക്. കേന്ദ്ര സർക്കാരിൻ്റെ കടൽ ഖനന പദ്ധതിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് ഇന്ന് ദില്ലിയിലെ ജന്തർ മന്ദർ സാക്ഷിയായത്. സംസ്ഥാനത്തിനകത്തു നിന്നുമുള്ള നിരവധി MP-മാരും MLA-മാരും അതോടൊപ്പം വിവിധ ട്രേഡ് യൂണിയനുകളിലെയും മത്സ്യത്തൊഴിലാളികളുടെയും സംയുക്ത സമരത്തിനായിരുന്നു ഇന്ന് ദില്ലിയിൽ സാക്ഷ്യം വഹിച്ചത്. എന്തായാലും ഈ പദ്ധതിയിൽ നിന്ന് മുന്നോട്ട് പോകുന്നതുവരെ കേന്ദ്ര സർക്കാർ ഈ പദ്ധതി പിൻവലിക്കുന്നതുവരെ ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് എല്ലാ ട്രേഡ് യൂണിയനുകളും അതോടൊപ്പം വിവിധ MP-മാരും വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇടതുപക്ഷ MP-മാരായിട്ടുള്ള ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP, കെ രാധാകൃഷ്ണൻ, A റഹീം, ഡോക്ടർ വി ശിവദാസൻ തുടങ്ങിയവരൊക്കെ തന്നെയും ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ദില്ലിയിലെ ജന്തർ മന്ദിറിൽ എത്തിച്ചേർന്നിരുന്നു. അതോടൊപ്പം KPCC പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ, KC വേണുഗോപാൽ തുടങ്ങിയിട്ടുള്ള ശശി തരൂർ അടക്കമുള്ള കോൺഗ്രസിൻ്റെയും വിവിധ MP-മാരും മുസ്ലിം ലീഗ് MP-മാരായിട്ടുള്ള ET മുഹമ്മദ് ബഷീർ അതോടൊപ്പം അബ്ദുൽ സമദ് സമദാനി തുടങ്ങിയ നിരവധി നേതാക്കളും ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ദില്ലിയിലെ ജന്തർ മന്ദിറിൽ എത്തിയിരുന്നു. എന്തായാലും ഈ സംസ്ഥാനത്തെ ആകെ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഈ കടൽ ഖനന പദ്ധതിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇനിയും ശക്തമാക്കുമെന്ന് തന്നെയാണ് എല്ലാ MP-മാരും MLA-മാരും ഒരേ സ്വരത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ആഘാത പഠനങ്ങൾ പോലും നടത്താതെ ഇത്തരത്തിലുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ ശക്തമായി പ്രതിരോധിക്കുമെന്ന് തന്നെയാണ് പാർലമെൻറ്റിനകത്തും പുറത്തും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തീർക്കുമെന്ന് തന്നെ MP-മാരൊക്കെ തന്നെയും ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ ആഘാത പഠനങ്ങൾ പോലും നടത്താതെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഈ നടപടി പൂർണ്ണമായും തടയുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അത്തരത്തിലുള്ള നടപടികളിലൊക്കെ തന്നെയാണ് വരും ദിവസങ്ങളിലും ഈ ട്രേഡ് യൂണിയനുകളും അതോടൊപ്പം മത്സ്യത്തൊഴിലാളികളും ഒക്കെ തന്നെയും മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ രാജ്യത്തെ സർവനാശത്തിലേക്ക് നയിക്കുന്ന പദ്ധതികളായാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്ന് കെ രാധാകൃഷ്ണൻ MP പറഞ്ഞു. നമ്മുടെ കേരളത്തിൻ്റെ കടൽ തീരം മുഴുവൻ തന്നെ കുത്തകൾക്ക് അടിയറ വയ്ക്കാനുള്ള തീരുമാനമാണ് കേന്ദ്ര ഗവൺമെൻറ്. കടലിനെയും അതുപോലെ കരയെയും കാടിനെയും എല്ലാം തന്നെ ഇഷ്ടം പോലെ ചൂഷണം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് ഭൂരിപക്ഷം വരുന്ന ജനതയുടെ താല്പര്യം സംരക്ഷിക്കാനാണ്, ഒരുപടി സമ്പന്നന്മാരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അതോടൊപ്പം സംസ്ഥാനത്തെ കടൽ ഖനനം സംസ്ഥാനത്തെ മൊത്തം കേരളത്തെ ആകെ ബാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതോടൊപ്പം ഗുജറാത്ത്, ജാർഖണ്ഡ് തുടങ്ങിയ ആൻഡോമാൻ നിക്കോബാർ തുടങ്ങിയ വിവിധ മേഖലകളിലും ഇത്തരത്തിൽ ഈ കടൽ ഖനനം വലിയ രീതിയിൽ ആഘാതം സൃഷ്ടിക്കുമെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP-യും അഭിപ്രായപ്പെട്ടു. അതോടൊപ്പം വിവിധ മേഖലകളിൽ നിന്നും അഭിപ്രായം തേടിയതിനു ശേഷം മാത്രം നടപ്പാക്കേണ്ട ഇത്തരം പദ്ധതികളിൽ കേന്ദ്ര സർക്കാർ ആരുടെ ഭാഗത്തു നിന്നും അഭിപ്രായങ്ങൾ തേടിയിട്ടില്ല. ഈ കമ്പനിയുടെ, അതായത് ഈ ആഘാത പഠനം നടത്താനും ഈ ഇത്തരത്തിൽ ഇവിടെ ഈ പദ്ധതി കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ ചുമതലയുള്ള കമ്പനിക്ക് തന്നെയാണ് ഇത്തരത്തിൽ ആഘാത പഠനത്തിന് വേണ്ടിയിട്ടുള്ള ചുമതലയും നൽകിയിട്ടുള്ളത്. ഇത് കേന്ദ്ര സർക്കാർ വലിയ രീതിയിൽ പ്രീണിപ്പെടുത്തുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നതെന്നൊക്കെ തന്നെയും ദേശീയ നേതാക്കളൊക്കെ തന്നെയും അഭിപ്രായപ്പെട്ടു. എന്തായാലും സംസ്ഥാന തീരദേശ മേഖലയും അതോടൊപ്പം മത്സ്യത്തൊഴിലാളികളെയും കാര്യമായി ബാധിക്കുന്ന ഈ ജനദ്രോഹ പദ്ധതിയിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്നോട്ട് നിൽക്കണം അല്ലെങ്കിൽ പിന്മാറണം എന്ന് തന്നെയാണ് ഇപ്പോൾ ട്രേഡ് യൂണിയനുകളും അതോടൊപ്പം മത്സ്യത്തൊഴിലാളികളൊക്കെ തന്നെയും ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട സമരങ്ങളൊക്കെ തന്നെയും സംസ്ഥാനത്തിനകത്തും അതോടൊപ്പം ദില്ലിയിലും മറ്റു രാജ്യത്തെ വിവിധ മേഖലകളിലൊക്കെ തന്നെയും ഇത്തരം പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ട്രേഡ് യൂണിയൻ ഭാരവാഹികളും അറിയിച്ചിരിക്കുന്നത്.